ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൂപ്പർ കൺമണിയുടെ പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത്. രക്തം ചീന്തിക്കൊണ്ട് വിജയം കൈവരിക്കാൻ പോകുന്ന കൺമണിയെയാണ് അടുത്ത എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. പ്രൊമോയിലായിരുന്നു തന്നെ കാണിക്കുന്ന വിദ്യയാണ്. നമ്മളൊക്കെ വിചാരിച്ച പോലെ തന്നെ വിദ്യ ഈ അലിക്കയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത് ബലരാമനുണ്ടെന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ വിദ്യ ബലരാമൻ്റെ അടുക്കലേക്ക് വന്നേക്കുവാണ്. എന്തായാലും സസ്പെൻഷൻ കിട്ടി. അതുകൊണ്ട് തന്നെ വിദ്യ ഇനി ജോലി രാജിവെച്ചിട്ട് ബിആറിൽ കയറാമെന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ബലരാമൻ്റെ അടുത്തേക്കാണ് വിദ്യ പോയിരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ എനിക്ക് ജോലി വേണമെന്ന്. ആ സമയത്ത് ബലരാമൻ എന്തൊക്കെയോ ഓപ്ഷൻസ് വെക്കുന്നുണ്ട്. അപ്പോൾ വിദ്യ പറയുന്നുണ്ട്, സാറിന് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന്. അപ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, ഭീഷണിയാണോ എന്ന്. ബലരാമൻ നമുക്കറിഞ്ഞൂടെ. ഇപ്പോൾ ബലരാമൻ അവയുടെ സൈഡ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ബലരാമൻ ഇവളെന്തായാലും ഹയർ ചെയ്യൂല, അത് ഉറപ്പാണ്. അപ്പോൾ എന്നിട്ട് ബലരാമൻ പറയുന്നുണ്ട്, ഭീഷണിയാണെങ്കിൽ എനിക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് വിദ്യ അത് പേടിച്ച് നിൽക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്ന അമ്മായിമാരെയാണ്. അമ്മായിമാരെ പിരികേറ്റി നമ്മുടെ ധനലക്ഷ്മി വിട്ടിട്ടുണ്ട്. എന്നിട്ട് ധനലക്ഷ്മി ആണെങ്കിൽ ചുവരിൻ്റെ ഇടയിൽ മറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം അമ്മായിമാർ കൺമണിയടുത്ത് ചോദിക്കുന്നുണ്ട്, നീ വീട് തിരിച്ചെടുക്കാനുള്ള വഴി വല്ലതും കണ്ടിട്ടുണ്ടോ, അതോ നീ വരുണ്ണ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ, എന്താണ് നീ തീരുമാനിച്ചോ എന്ന് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൺമണി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും വരുണ്ണ കല്യാണം കഴിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടത്. ഇത് കേട്ട ഉടനെ ധനലക്ഷ്മി ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ധനലക്ഷ്മി പറയുന്നുണ്ട്, പിന്നെ നീ എന്താ തീരുമാനം ചെയ്യുന്നതെന്ന്. അപ്പോഴത്തേക്ക് കൺമണി പറയുന്നുണ്ട്, ഇനി ഏട്ടത്തി തലകുത്തി നിന്ന് ആലോചിച്ചാൽ ആ കാര്യം നടക്കുമെന്ന് വിചാരിക്കണ്ട എന്ന് പറയുന്നുണ്ട് കൺമണി. ഇതൊക്കെ കേട്ട് അമ്മായിമാരൊന്ന് ഞെട്ടി വയ്ക്കുവാണ്. എന്നിട്ട് കൺമണി ഈ സാലറി സർട്ടിഫിക്കറ്റ് കാണിച്ച് അമ്മായിമാരുടെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് ഞാൻ ലോൺ അടയ്ക്കുന്നത്. ഇത് കഴിഞ്ഞാൽ കൺമണി മാസമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് അമ്മായിമാർ ധനലക്ഷ്മി അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, അപ്പം നീ ഞങ്ങളുടെ ഇടയിൽ കിടന്ന് കളിക്കുകയെന്നല്ലേടി, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയല്ല നിൻ്റെ ഈ ശ്രമങ്ങളെല്ലാം. എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലായടി. ഇനി ഞങ്ങൾ കൺമണിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് നീ ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അപ്പം ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ധനലക്ഷ്മി ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ കൈവിട്ട് പോയല്ലോ എന്ന് വിചാരിച്ച്. പിന്നീട് കാണിക്കുന്ന സുമിത്രയാണ്. ഈ വിദ്യയാണെങ്കിൽ ബലരാമൻ്റെ വായിരിക്കുന്നതെല്ലാം കേട്ട് താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് സുമിത്ര ഇതൊക്കെ കണ്ട് വിദ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് എന്തോ നടത്തിയെടുക്കാൻ വേണ്ടി കൊട്ടേഷനൊക്കെ വിദ്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇത് നടത്തിയാൽ നീ ആഗ്രഹിക്കുന്ന എന്തും ഞാൻ ചെയ്യും എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് വിദ്യ ഒരു കൊലച്ചിരി ചിരിച്ചവിടെ നിൽക്കുന്നുണ്ട്. എന്താ കൊട്ടേഷൻ എന്നറിയില്ല. എന്തായാലും വിദ്യ ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്ക് ചാടാൻ പോവാണ്. വിദ്യയുടെ ജീവിതം എങ്ങനെ പോകുന്നു ഈശ്വരന് മാത്രം അറിയാം. പിന്നീട് കാണിക്കുന്ന കൺമണിയും ധനലക്ഷ്മിയാണ്. കൺമണി അവിടെ എന്തോ അരിയുമായിരുന്നു ധനലക്ഷ്മി വരുന്ന സമയത്ത്. ആ സമയത്ത് ഇവർ തമ്മിൽ എന്തോ വാക്ക് തർക്കം ഉണ്ടായപ്പോൾ ഉടനെ ധനലക്ഷ്മി കൺമണിയുടെ കൈക്കുന്ന കത്തി വെച്ച് കൺമണിയുടെ കൈ മുറിവേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം ഒരു പഞ്ച് ഡയലോഗ് അടിക്കുന്നുണ്ട്, നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ, ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് നീ കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി പോകുന്നുണ്ട്. അപ്പോൾ കൺമണി ധനലക്ഷ്മി നോക്കി നിൽക്കുന്ന വെച്ചാണ് പ്രൊമോ തീരുന്നത്. ഇതുപോലുള്ള എപ്പിസോഡ് റിവ്യൂസും പ്രൊമോ റിവ്യൂസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.